പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ഇക്കഴിഞ്ഞ ജനുവരി 12 വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. അന്നേ ദിവസമാണ് വീണ വിജയൻ്റെ നേതൃത്വത്തിലുള്ള എക്സാലോജിക് കമ്പനി അല്ലെങ്കിൽ വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവർക്കെതിരെ നടത്തുന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കപ്പെട്ടത്. കർണാടക ഹൈക്കോടതിയിലെ ദേവപ്രസന്ന എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ മുന്നിലാണ് ആ ഹർജി തിങ്കളാഴ്ച വന്നത്. ആ ഹർജി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ഹർജി അവിടെ സമർപ്പിക്കപ്പെട്ടത്. അത് തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വന്നു. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ആ കേസ് പരിഗണനയ്ക്ക് വന്നത്. അവിടെ വീണ വിജയന് വേണ്ടി ഹാജരായത് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറാണ്. അതായത് ഒരു അപ്പിയറൻസിന് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ തുക വാങ്ങുന്നു എന്ന് അഭ്യൂഹങ്ങളുള്ള അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറാണ് വീണ വിജയന് വേണ്ടി അവിടെ ഹാജരായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ആ കേസ് പരിഗണനയ്ക്കെടുത്തു. ഏതാണ്ട് ഒരു മണിക്കൂർ വാദത്തിന് ശേഷം വിധി പ്രഖ്യാപിക്കൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. വാദം കഴിഞ്ഞു. ആ വാദമുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു വശത്ത് വന്നിട്ടുള്ള വാദഗതികളെന്ന് പറയുന്നത് അത് വീണ വിജയൻ അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. SFIയുടെ നടപടികൾ നിർത്തിവെക്കാൻ കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്നുള്ള വാദമാണ് ഉയർന്നു വന്നത്. അവരുടെ അറസ്റ്റ് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ ഉയർന്നു വന്നു. അത് പ്രധാനമായും ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ് അത് പ്രചരിപ്പിച്ചത്. മറുഭാഗത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തടസ്സമൊന്നും ഉണ്ടായില്ല എന്നും അറസ്റ്റ് നടത്തരുത് എന്ന് പറയുന്നത് അത് ഇടക്കാല വിധി വരുന്നത് വരെ ഉള്ളൂ എന്നും അറസ്റ്റ് നടത്താൻ അല്ലെങ്കിൽ തന്നെ SFIക്ക് പരിപാടികളില്ലായിരുന്നു എന്നുമൊക്കെയുള്ള വാദഗതികൾ മറുഭാഗത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ചില ദൃശ്യമാധ്യമങ്ങൾ വീണ വിജയം എന്നുവരെ പറഞ്ഞുകൊണ്ട് ചില താടിക്കാർ മണിക്കൂറുകളോളം അത് ചർച്ച ചെയ്യുന്ന സ്ഥിതിഗതികൾ വരെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നത്? ഈ വീണ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വളരെ വസ്തുനിഷ്ഠവും സമഗ്രവുമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കർണാടക ഹൈക്കോടതിയിൽ ഈ വാദം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലൈവ് പോലത്തെ പ്രൊസീഡിങ്സ് ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറയുന്ന ഒരു നിയമമേഖലയിലെ ഒരു പ്രമുഖ വെബ്സൈറ്റ് അവർ പുറത്തു കൊണ്ടിരിക്കുകയുണ്ടായി. അതായത് അവിടെ നടക്കുന്ന ഓരോ വാദങ്ങളും അരവിന്ദ് ദത്താർ പറയുന്ന വാദങ്ങൾ അതേ സമയത്ത് തന്നെ അവർ അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തു കൊണ്ടിരുന്നുണ്ടായിരുന്നു. അതിനുശേഷം സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധി നടത്തിയ വാദങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അക്കാര്യങ്ങൾ മുഴുവൻ അവർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് പുറത്തു കൊണ്ടുവന്ന സമയത്തു തന്നെ ഇന്നലെ 2:30 മണി മുതൽ ആ പ്രൊസീഡിങ്സ്, ആ നടപടിക്രമങ്ങൾ അതാത് സമയത്ത് തന്നെ കാണാൻ എനിക്ക് ഒരവസരം ഉണ്ടായി. കാരണം എൻ്റെ ഒരു സുഹൃത്ത്, ഞാനിതിൽ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു, പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അത് അപ്പം തന്നെ എനിക്കെടുത്തത് ഷെയർ ചെയ്തിരുന്നതുകൊണ്ട് ആദ്യാവസാനം ആ നടപടിക്രമങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നടന്നത്, എന്താണ് അവസാനം തീരുമാനിക്കപ്പെട്ടതെന്നുള്ളത് വസ്തുനിഷ്ഠമായി സമഗ്രമായി നിങ്ങളുമായി എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും. സുഹൃത്തിനെ, ഞാൻ സൂചിപ്പിച്ചു, അരവിന്ദ് ദത്താറായിരുന്നു എക്സാലോജിക്കിന് വേണ്ടി അല്ലെങ്കിൽ വീണ വിജയന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അരവിന്ദ് ദത്താറിൻ്റെ വാദമാണ് ആദ്യം നടന്നത്. അപ്പോൾ ആദ്യം അരവിന്ദ് ദത്താറിൻ്റെ വാദങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. അരവിന്ദ് ദത്താർ ആദ്യം പറഞ്ഞത് കമ്പനീസ് ആക്ടിലെ 210AC എന്നീ വകുപ്പുകൾ പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് ആദ്യമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് ചില രേഖകൾ ചോദിച്ചു. ആ രേഖകൾ ഞങ്ങൾ കൊടുത്തു. ആ അന്വേഷണത്തെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വന്നു. അവർ 210(1) എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആക്ടിലെ 210(1) എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം ആയിട്ട് അവർ മുന്നോട്ട് പോയി.
കുറച്ച് ദിവസം ഏതാണ്ട് 18 ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനീസ് ആക്ടിലെ 212AC എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണത്തിലേക്ക് അത് എത്തിച്ചേർന്നു. അപ്പോൾ ഇതായിരുന്നു അരവിന്ദ് ദത്താറിൻ്റെ ആദ്യത്തെ വാദം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമാന്തരമായി 2 അന്വേഷണങ്ങൾ നടക്കുന്നത് ശരിയല്ല. കമ്പനീസ് ആക്ടിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന 210AC എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം നടക്കുന്നു, അതിന് സമാന്തരമായി 212AC എന്ന് പറഞ്ഞ അന്വേഷണവും നടക്കുന്നു. ഇങ്ങനെ സമാന്തരമായി 2 അന്വേഷണം നടത്തുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് ആക്ടിലെ 210AC എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം നടന്നുകൊള്ളട്ടെ, ഞങ്ങളതിനെ ചലഞ്ച് ചെയ്യുന്നില്ല, ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ 212AC എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം തടയണം. കാരണം അത് വലിയ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്താനുള്ളൊരു വകുപ്പാണത്. ഇവിടെ ഏതാണ്ട് 1,76,00,000 രൂപയുടെ 72 ലക്ഷം രൂപയുടെ പിന്നെ ക്രമക്കേട് നടന്നതായിട്ടാണ് ഇവിടെ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 212AC എന്ന് പറഞ്ഞിട്ടുള്ള ഈ വലിയ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രസക്തിയൊന്നുമില്ല. എന്ന് മാത്രമല്ല വലിയ കടുപ്പമേറിയ അന്വേഷണമാണ് 212AC പ്രകാരം SFIO നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജാമ്യം പോലും ഇമ്പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ വാദഗതികളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഓഫീസ് 212AC എന്നീ വകുപ്പുകൾ പ്രകാരം നടത്തുന്ന ഈ അന്വേഷണം അവസാനിപ്പിക്കണം, അത് റദ്ദാക്കണം, ആ ഉത്തരവ് റദ്ദാക്കണം. എന്നിട്ട് 210AC എന്ന് പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടന്നുകൊള്ളട്ടെ. ഇതാണ് അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ വീണ വിജയൻ്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ ദേവപ്രസന്ന എന്ന് പറഞ്ഞ ജഡ്ജിന് മുമ്പായി നടത്തിയ വാദം. സുഹൃത്തുക്കളെ, ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് SFIO പറഞ്ഞത് ഇതൊരു SFIയുടേതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണമാണ്, പല മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു അന്വേഷണമാണ് SFIയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 210AC എന്നുള്ളത്. അവർ പറഞ്ഞ ഏറ്റവും മുഖ്യമായൊരു വാദം എന്ന് പറയുന്നത് സമാന്തരമായി ഇപ്പോൾ അന്വേഷണം നടക്കുന്നില്ല. കാരണം 210 SFIOയിലെ 212AC എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ വേറെ ഒരു അന്വേഷണവും നടക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് 210AC എന്ന കമ്പനി ആക്ട് പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം സ്വാഭാവികമായി തന്നെ ഇൻഫ്രക്ച്വസ് ആവും, കാലഹരണപ്പെടും. അതുകൊണ്ട് തന്നെ സമാന്തരമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള വാദഗതി തെറ്റാണ്. ഇപ്പോൾ 212AC എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നേരത്തെ നടത്തിയിരുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളെല്ലാം ഇവർക്ക് കൈമാറിക്കഴിഞ്ഞു. ഇവർ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമാന്തരമായി അന്വേഷണം നടക്കുന്ന വാദം തെറ്റാണ്. ഇതാണ് അവരെ ആദ്യമായി കോടതി മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള വാദം. രണ്ടാമത് അവരെ അവതരിപ്പിച്ചൊരു വാദം എന്ന് പറയുന്നത് ഇത് 1,72,00,000 രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ അന്വേഷണമല്ല. ഇതിനകത്ത് മൊത്തമായി ഇൻവോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൈമാറ്റപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് 135 കോടി രൂപയാണ്. ആ 135 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1,72,00,000 രൂപയെക്കുറിച്ചും അന്വേഷിക്കുന്നത്. 1,72,00,000 രൂപയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ 1,72,00,000 രൂപ ഈ എക്സാലോജിക്കിൻ്റെ ഉടമ വീണ വിജയന് കിട്ടിയത് ഒരു സേവനവും ചെയ്യാതെയാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല എക്സാലോജിക്കിൻ്റെ ഉടമയായിട്ടുള്ള വീണ വിജയൻ എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോടതി ഇടയ്ക്ക് ചോദിച്ചു അറസ്റ്റിനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് വാദം തീരാറായപ്പോൾ ചോദിച്ചു. പറഞ്ഞാൽ അങ്ങനത്തെ യാതൊരു നീക്കങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ അന്വേഷണം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രേഖകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് നിൽക്കുന്നതുകൊണ്ട് ആ നിലയിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് കോയേഴ്സീവായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കരുത് എന്ന് കോടതി വിധിന്യായത്തിൽ പറയരുത്. കാരണം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലില്ല. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വാദത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അതിനെ തുടർന്ന് ഇടക്കാല ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്ത് വെക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അപ്പം എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാഹചര്യം എന്താ? വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്താണ്? SFIOയ്ക്ക് അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീണ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന താടിക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, വീണ വിജയമല്ല ഇന്നലെ അവിടെ ഉണ്ടായത്, വീണയുടെ പരാജയമാണ് ഇന്നലെ അവിടെ ഉണ്ടായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു നടപടിയും കോടതി തടഞ്ഞിട്ടില്ല.
ഇടക്കാല ഉത്തരവുണ്ടാകുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ SFIO അവിടെ കൊടുത്ത മറുപടി അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഘട്ടത്തിലേക്കൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും വീണയ്ക്ക് പരാജയമല്ലേ അവിടെ ഉണ്ടായത്. കാരണം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല. 2, വീണ വിജയനെ ചോദ്യം ചെയ്തിട്ട് വീണ വിജയനിൽ നിന്ന് അവർ ചോദിച്ച രേഖകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ AKG സെൻറ്ററിൽ അവരുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലോ ഒക്കെ തന്നെ ചെന്ന് റെയ്ഡ് നടത്തുന്നതിനും തടസ്സമില്ല. കാരണം 3 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനാണ് SFIO ജനുവരി 31 ഉത്തരവിട്ടത്. അതിൽ CMRലും റെയ്ഡ് കഴിഞ്ഞു, KSIDCയിലും റെയ്ഡ് കഴിഞ്ഞു. ഇനി എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് റെയ്ഡ് നടക്കേണ്ടത്. അത് നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഡയറക്ടർ ക്ലിഫ് ഹൗസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും അല്ലെങ്കിൽ AK സെൻറ്ററിലൊക്കെയാണുള്ളത്. അവിടെയാണ് റെയ്ഡ് നടക്കേണ്ടത്. അതിനും തടസ്സമില്ല. അപ്പം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായില്ലെങ്കിൽ ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നതിന് തടസ്സമില്ല. ഇനി അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, SFIOക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം SFIO കോടതിയെ അറിയിക്കും. അറിയിച്ചിട്ട് കോടതിയിൽ നിന്ന് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ നെറ്റ് റിസൾട്ടിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വീണ വിജയൻ്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകളും വിവരങ്ങളും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിലായാലും അല്ലെങ്കിൽ അപ്പുറത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ വകുപ്പിലായാലും റെയ്ഡ് നടക്കാൻ ഒരു തടസ്സവും ഈ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നടത്തരുത്, അത് ഇടക്കാല ഉത്തരവ് ഉണ്ടാകുന്നതിന് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ള SFIO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടോട്ടൽ നമ്മൾ എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ കർണാടകത്തിലെ ഹൈക്കോടതിയിലെ ദേവപ്രസന്ന എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ ബെഞ്ചിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന് നഗ്നനേത്രം കൊണ്ട് ഇത് കാണാൻ കഴിയുന്ന, നിഷ്പക്ഷമായി ഈ വിഷയത്തെ സമീപിക്കുന്ന ആർക്കും ഇത് കാണാൻ കഴിയും എന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഈ കോടതി നടപടികൾ ആദ്യാവസാനം തത്സമയം തന്നെ വീക്ഷിച്ച ഒരാളെന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.